ഇഴവരെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം എന്ന് പറയുന്നത് വെറും കൂലിപ്പണിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായം മാത്രമാണ് മലപ്പുറത്ത് എന്നാണ് പറയുന്നത്. SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ വർഗീയ വിഷം ഛർദ്ദിച്ചിരിക്കുകയാണ്, അങ്ങനെ തന്നെ പറയാം. രാജീവ് ചന്ദ്രശേഖരനെ കണ്ട പിറ്റേ ദിവസം പങ്കെടുത്ത പരിപാടിയിലാണ് ഇത്തരത്തിൽ പറഞ്ഞത്. ഇത് ഒരു വലിയ സൂചനയാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ ആർക്കും എന്തും പറയാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. എന്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിനിയാന്ന് പാർലമെൻറ്റിൽ ജോർജ് കുര്യൻ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, പാലായിലെ ബിഷപ്പിനെ SDPI പ്രവർത്തകർ തല്ലി. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പറഞ്ഞതെന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ പോലും അറിയാത്ത കാര്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. മലപ്പുറം ജില്ല ഒരു രാജ്യമാണ്, ഒരു പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണെന്നുള്ള രാജ്യവിരുദ്ധ പ്രസ്താവനയാണ് ശരിക്കും ആര് നടത്തിയിട്ടുള്ളത്? ഈ വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ളത്. മലപ്പുറം ഒരു രാജ്യമല്ല, അത് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് മാത്രമാണ്. മലപ്പുറത്ത് ഒരു രാജ്യമായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ വാദമാണ് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ളത്. അതൊരു സംസ്ഥാനമായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ വാദമാണ് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ളത്. വെള്ളാപ്പള്ളി പറയണത് മലപ്പുറം ജില്ലയിൽ ശ്വസിക്കാൻ പോലും ആവില്ല എന്നാർക്ക് ഈ വെള്ളാപ്പള്ളിയുടെ ആളുകൾക്ക്. മലപ്പുറം ജില്ലയിൽ 69% ആളുകൾ മാത്രമേ മുസ്ലിങ്ങളുള്ളൂ, 28% ഹിന്ദുക്കളാണ്, കേവലം 3% ക്രിസ്ത്യൻസും ഉണ്ട്. അതാണ് മലപ്പുറം ജില്ലയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ജനസംഖ്യയുടെ 28% ഒരു കമ്മ്യൂണിറ്റിക്ക് ശ്വസിക്കാനുള്ളൊരു വായുവില്ലാന്ന് ഈ വെള്ളാപ്പള്ളി കണിച്ചുകുളങ്ങര ആലപ്പുഴയിൽ നിന്ന് വന്നിട്ട് മലപ്പുറത്ത് ഇടക്കരയിലാണിത്, നിലമ്പൂരാണ് പരിപാടി നടന്നത്, ഇവരുടെ യൂണിയൻ്റെ ഏറനാട് താലൂക്ക് യൂണിയൻ്റെ പരിപാടിയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രമാണ്, മലപ്പുറത്തുകാരുടെ അഭിപ്രായം അതല്ല. പക്ഷേ ഇതിൽ പ്രശ്നം വെച്ചാൽ ഇങ്ങനെ വെള്ളാപ്പള്ളിക്ക് ഇത്രയും പറയാനുള്ള ധൈര്യം കാണിക്കുന്നത് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല. കാരണം വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വലിയ പരിപാടി, അതായത് ഇദ്ദേഹം SNDP യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്രയോ വർഷം പൂർത്തീകരിച്ചതിൻ്റെ ഒരു ആഘോഷം ആലപ്പുഴ വെച്ച് നടക്കുകയാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ ഈ എന്ത് പറഞ്ഞാലും, വെള്ളാപ്പള്ളി നടേശൻ എന്ത് പറഞ്ഞാലും, PC ജോർജ് എന്ത് പറഞ്ഞാലും ഇവർക്കൊന്നും ശിക്ഷിക്കപ്പെടില്ല എന്നുള്ളൊരു ധൈര്യം ഇവർക്കുണ്ട്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനക്കെതിരെ യൂത്ത് ലീഗ് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനതിൽ കാണുന്നത് യൂത്ത് ലീഗ് അതിൽ പരാതി കൊടുക്കണുള്ളൂ. AIYF അതായത് CPIയുടെ സംഘടനയും പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ജനസംഖ്യയുടെ 28% ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ ഏതെങ്കിലും സംഘടന, ഈ SNDP തന്നെ മലപ്പുറത്തുണ്ടല്ലോ, SNDPക്കാർ, NSS, മറ്റ് മതസംഘടനകൾ, ഹൈന്ദവ സംഘടനകൾ, അല്ലെങ്കിൽ അവിടുത്തെ ക്രൈസ്തവ സംഘടനകൾ ഒരു ജില്ലയെ ഒരു രാജ്യം എന്ന രീതിയിൽ പ്രഖ്യാപിച്ച വെള്ളാപ്പള്ളിക്കെതിരെ അവരെന്തുകൊണ്ട്? അല്ല, അതിൽ അയാൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ശ്വാസം മുട്ടിപ്പോകുന്നു എന്നുള്ളതാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് പരമാവധി പോക്കുകൾ ഒഴിവാക്കുകയാണ്, യാത്രകൾ ഒഴിവാക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. 18 വയസ്സായതിൻ്റെ ആരോഗ്യ പ്രശ്നമായിരിക്കും. ചിലപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ജില്ലയാണ് മലപ്പുറം, ഏറ്റവും നല്ലൊരു ജനതയാണ് മലപ്പുറത്തുകാർ. അവിടുത്തെ ഹിന്ദുക്കൾ പറയട്ടെ, അവിടെ താമസിക്കുന്ന ഹിന്ദുക്കളോ അല്ലെങ്കിൽ അവിടെ ജോലിക്കോ മറ്റോ വന്ന മറ്റു ഇതര കമ്മ്യൂണിറ്റിക്കാരോ പറയട്ടെ, എന്തെങ്കിലും ദ്രോഹം ഈ മലപ്പുറത്തെ ജനത കൊണ്ട് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇത് നേരത്തെ നസീബ് വളരെ പോയിന്റ് വ്യക്തമാക്കി. BJPക്ക് ഇവിടെ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അറിയാലോ, എന്തെങ്കിലുമൊക്കെ വർഗീയത പറഞ്ഞാലാണ് BJPക്ക് വളരാൻ പറ്റുള്ളൂ. നന്മ ഒരിക്കലും BJPക്കാർക്ക് പറയാൻ പറ്റില്ല. സംഘപരിവാറിന് നന്മ എന്നാണ് സാധനം അവരുടെ കയ്യിലില്ല. അവർക്ക് മുസ്ലിം വിരുദ്ധതയാണ്. ഇപ്പോൾ ക്രിസ്ത്യൻസിനെ ഒരുമിച്ച് നിർത്തണം, കൂടെ നിർത്തണം, എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ എന്ത് ചെയ്യണം, തള്ളിപ്പറയണം. അതുകൊണ്ട് കേരളത്തിൽ BJPക്ക് അധികാരത്തിൽ വരാമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ആർക്കുള്ളത്? ഈ വെള്ളാപ്പള്ളിക്കുള്ളത്. ഏതായാലും പ്രായം ഇത്രയായി, ഇനി മകൻ തുഷാറാണ് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്. അങ്ങനെ ഒരു അച്ഛൻ മോൻ സിസ്റ്റത്തിൽ പോകുന്ന ഒരു സംഘടന മാത്രമായിട്ട് SNDP മാറിക്കഴിഞ്ഞു. അപ്പോൾ SNDPയുടെ ലക്ഷ്യം BJP എന്ത് ചെയ്യുന്നു? അതിന് മലപ്പുറത്തെ SNDP യൂണിയനാണ് മറുപടി കൊടുക്കേണ്ടത്, അവിടുത്തെ യൂത്ത് ലീഗല്ല. ധൈര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർജവം ഉണ്ടെങ്കിൽ, സ്വന്തം പ്രദേശത്തുള്ള ആളുകളോ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ SNDP മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ഈഴവ കമ്മ്യൂണിറ്റി ഉള്ളവർ, SNDP ആവണമെന്നില്ല, അവിടെ വേറെയും വ്യക്തികൾക്ക് പരാതി കൊടുക്കാമല്ലോ. എന്തിനാണ് യൂത്ത് ലീഗ് മുസ്ലിം? അല്ല, ഇതിൽ ശരിക്ക് മലപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും പല രീതിയിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാക്കുന്നത്. നോർത്ത് മീഡിയ സിൻഡിക്കേറ്റിൻ്റെ ഒരു പരിപാടിയായിരുന്നു ഇത്തരത്തിൽ മലപ്പുറത്തെ വളരെ വിചിത്രമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുക എന്ന് പറയുന്നത്. നമ്മൾ യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്, ഒരു ചാനൽ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. ഒരു തമിഴ് ചാനൽ ഒരു കാഷായ വസ്ത്രം ധരിച്ചൊരു പൊട്ടം വന്നിരുന്നിട്ട് പറയണത് മലപ്പുറം ജില്ലയിലേക്ക് മുസ്ലിങ്ങളെ കയറ്റില്ല.
കേറ്റില്ല എന്നുള്ളത്. മലപ്പുറം ജില്ല അത് ബാൻ ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ക്യാമറമാൻ, ആ ചാനലിന്റെ ആ പ്രോഗ്രാം എടുത്ത അവതാരകനും ആ ക്യാമറ പേഴ്സണ് മലപ്പുറത്തുകാരനായിരുന്നു. അപ്പോൾ ഇതിനുള്ള മറുപടി ആര് കൊടുക്കണം? മലപ്പുറത്തെ ഹിന്ദുക്കൾ കൊടുക്കണം. നിങ്ങൾ എല്ലാ മുസ്ലിം ലീഗിനെ ഏൽപ്പിക്കണം. മുസ്ലിം ലീഗ് ഇത് കേട്ട പാതി എടുത്ത് ചാടുന്ന കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത് മുസ്ലിം ലീഗിന്റെ വിഷയമൊന്നുമല്ല, ഒരു മലപ്പുറം ജില്ലയാണ് ഒരു രാജ്യമായിട്ട് പറഞ്ഞത്. പക്ഷേ യൂത്ത് ലീഗ് പരാതി കൊടുത്തു. പക്ഷേ അവിടെയാണ് മലപ്പുറത്ത് എന്തെങ്കിലും പറഞ്ഞത് മുസ്ലിങ്ങളെ പറയണത് എന്ന രീതിയിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. അല്ല, ഇതും മുസ്ലിമുകൾ മാത്രം പറയുന്ന കാര്യമല്ല. മലപ്പുറത്തെ പ്രത്യേക രാജ്യമാക്കി മാറ്റുന്ന മലപ്പുറത്ത് ജീവിക്കുന്ന ഓരോ ആളുകളും അതിന് കാരണക്കാരാണ്. അപ്പൊ അവരാണ് ഇത് പറയുന്നത്. കാരണം ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയാണെങ്കിൽ എന്റെ തൃശ്ശൂർ ജില്ലയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഞാൻ പറയണം എന്റെ തൃശ്ശൂർ ജില്ല ഇങ്ങനെയല്ല എന്നുള്ള രീതിയിൽ പറയണം. ഈ കണിച്ചുകുളങ്ങരയെന്ന് വന്നിട്ട് വെള്ളാപ്പള്ളി നടേശന് എടക്കര ഏറനാട് താലൂക്ക് SNDP പരിപാടിക്ക് പ്രസംഗിക്കുമ്പോ ഈ ഏറനാട് താലൂക്കിലെ SNDP-ക്കാരെ നിങ്ങളെന്നാ പൊട്ടന്മാരാണോ? ഈ രാജാവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടിമകളെ, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഇതില് ശരിക്ക് ഇഴവ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിക്കൊണ്ടാണ് SNDP എന്ന് പറയുന്നത്. ഇത് ഇഴവ തമ്പുരാനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതേപോലെ സസൂക്ഷ്മം എന്താ വായം മൂടിക്കെട്ടിയിട്ട് ഉവ്വ് തമ്പുരാൻ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു SNDP-ക്കാരായി മാറിയോ മലപ്പുറത്തെ പ്രൂവ് ചെയ്യട്ടെ. അവിടെ നിന്ന് അവർ SNDP യൂണിയൻ ഏറനാട് താലൂക്ക് ഉണ്ടല്ലോ, ആ പരിപാടി വെച്ച് ഇത്ര ശുദ്ധ അസംബന്ധം കാച്ചിയ വെള്ളാപ്പള്ളി നടേശനെതിരെ വിശദീകരണം കൊടുക്കാൻ അവർ തയ്യാറാവട്ടെ. സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യണം? പോലീസ് ഇദ്ദേഹം സംസാരിച്ചതിൽ മലപ്പുറം ഒരു രാജ്യമാണ്, മലപ്പുറം ഒരു സംസ്ഥാനമാണ്, മലപ്പുറത്തുള്ള ശ്വസിക്കാൻ വായുവില്ല, അവിടെ എന്താ പറയുക ഈഴവര് കൂലിപ്പണിക്ക് എന്ത് പൊട്ടത്തരാണ് പറയണത്? ഈഴവര് മലപ്പുറത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലല്ല ഏറ്റവും കൂടുതൽ ഉന്നതമായ പോസ്റ്റിലേക്കും ഉയർന്ന തലത്തിലേക്കും ഉയർന്നു വന്നവരുള്ളത്. ഒന്നും വേണ്ട, മലയാളത്തിന്റെ തുഞ്ചത്തെഴുത്തച്ഛൻ തുടങ്ങാം. നമുക്ക് എണ്ണി പറയാം. അതെ, ഇടശ്ശേരി, അതേപോലെ MT, ഇനി അങ്ങോട്ടൊക്കെ എഴുതി പിടിക്കാലോ. ശങ്കരൻ നമ്പൂതിരിപ്പാട്, അതെ, ദാമോദരൻ, സഖാവ് ദാമോദരൻ, എത്രയോ ഉയർന്ന തലത്തിലുള്ളവര് മലപ്പുറത്തുനിന്ന് കയറി വന്നിട്ടുണ്ട്. ഇതൊന്നും പൂന്താനം. ഇദ്ദേഹം ഈ സംസാരിച്ച നിലമ്പൂര്, ഈ നിലമ്പൂർ കോവിലകം, ഇതൊക്കെ തന്നെയല്ല അവിടുത്തെ കേന്ദ്രങ്ങള്. അവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ഈ ഗൾഫിൽ പോയിട്ട് കുറച്ച് അധ്വാനിച്ച് അവരുടെ കുടുംബ ജീവിതവും എല്ലാം ത്യാഗം ചെയ്തുകൊണ്ട് അവർ പ്രവാസ ലോകത്ത് പോയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അല്ലാണ്ട് സർക്കാർ അവർക്കൊന്നും കൊടുത്തിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ ഒരു നിരീക്ഷണം, മലപ്പുറം ജില്ലയുടെ അവസ്ഥ ഇപ്പോഴും പിന്നോക്കാണ്. ഇങ്ങ് പാലപ്പെട്ടി, തൃശ്ശൂർ ജില്ലയുടെ അടുത്തുള്ള കടലോര പ്രദേശമായ പാലപ്പെട്ടി മുതൽ അങ്ങ് നിലമ്പൂർ വരെ എത്രയോ വലിയൊരു പ്രദേശമാണ് ഈ മലപ്പുറം ജില്ല. നോക്കൂ, ചെറിയ ജില്ലകളുണ്ട്, അവർക്ക് കിട്ടുന്ന അതേ വിഹിതം തന്നെയാണ് മലപ്പുറത്തിനും കിട്ടുന്നത്. ആ പൈസ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യേണ്ടത്? അവിടെ വികസന പ്രവർത്തനം നടത്തുന്നത്. അതാണ് മലപ്പുറത്ത് വികസനം വരാത്തത്. മലപ്പുറത്ത് വന്ന വികസനം ഒന്നും സംസ്ഥാന സർക്കാരിൻ്റെതല്ല, അത് പ്രവാസികളായ ആളുകൾ, സംഘടനകളൊക്കെ പിരിച്ചെടുത്തിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങി വിദ്യാഭ്യാസത്തിലൂടെ പരിവർത്തനം നടത്തിയതാണ്. ഇപ്പോൾ സമസ്തയാവട്ടെ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലാവട്ടെ, സമസ്തയാവട്ടെ, കാന്തപുരം വിഭാഗമാവട്ടെ, മുജാഹിദ് വിഭാഗങ്ങളാവട്ടെ, ഈ മുസ്ലിം സംഘടനകൾ ഗൾഫ് പണം കൊണ്ടാണ് അവിടെ സ്ഥാപനങ്ങൾ തുടങ്ങിയത്. നസീഫിന് അറിയുമെന്ന് അറിയില്ല, മലപ്പുറം മേൽമുറയിലെ മഹദീൻ എന്നൊരു സ്ഥാപനമുണ്ട്. അതെ, ആ സ്ഥാപനത്തിൽ 37,000-ഓളം വിദ്യാർത്ഥികൾ ആ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട്. അതിൽ സർക്കാരിന് റോളുമില്ല. സർക്കാരിന് റോൾ തന്നെ എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് സർക്കാർ ശമ്പളം കൊടുക്കേണ്ടാവും അധ്യാപകർക്ക്, എയ്ഡഡ് സ്ഥാപനങ്ങളാണെങ്കിൽ. അതല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചെടുത്തിട്ട് തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. ഇതൊക്കെ കാണുമ്പോൾ ശ്വാസം മുട്ടുണ്ടാവും. നമുക്ക് അങ്ങനെ ഒരു ശ്വാസം മുട്ടുണ്ടെങ്കിൽ അതിന് അസുഖം വേറെയാണ്, അതിനെ വർഗീയത എന്ന് പറയാം. അതിനുള്ള മറുപടി, അതിനുള്ള നടപടിയാണ് എടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ, അല്ലാതെ ഇത്രയും വിഷമമുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു സ്ഥാപനം മലപ്പുറം ജില്ലയിൽ ഇല്ലല്ലോ. എന്തുകൊണ്ടാ? ശ്രമിച്ചിട്ടുണ്ടോ? ഈ ഇഴവർക്ക് വേണ്ടിക്കൊണ്ട്, ഉന്നമനത്തിന് വേണ്ടിക്കൊണ്ടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കണമായിരുന്നു. അങ്ങനെ ഒരു കോളേജ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കോളേജിനുള്ള അവസരം ഉണ്ടാക്കണമായിരുന്നു. NSSന് മഞ്ചേരിയിൽ കോളേജ് ഉണ്ടല്ലോ, NSSന് അവിടെ വലിയ പ്രാതിനിധ്യം ഉണ്ടായിട്ടാണോ? ഇല്ല, ഇവരുടെയൊക്കെ ഇത് മലപ്പുറത്ത് എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് മുസ്ലിങ്ങൾ അനുഭവിക്കുമോ എന്നൊരു പേടി. എവിടെ ഈ NSSനെക്കാട്ടും ഇപ്പൊ ഭാസ്കരൻ പിള്ള എന്നൊരു ആളുണ്ട് ഇവിടെ നമ്മുടെ നിലമ്പൂർ. അദ്ദേഹത്തിന്റെ വിവേകാനന്ദ സ്ഥാപനങ്ങളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരിൽക്കൊന്നും വർഗീയതല്ല. യഥാർത്ഥ മലപ്പുറത്തുകാരന് ഒരു സിനിമാ നടൻ, ഒരു നായരി, നമ്മുടെ ഏതോ സുഡാനി അതിലൊക്കെ അഭിനയിച്ചൊരു എന്താ പറയാ, ഒരു എന്താ അദ്ദേഹത്തിന്റെ പേര്, ഒരു നായർ, ഉണ്ണിനായരാ. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മലപ്പുറത്ത് അല്ലെങ്കിൽ എന്റെ കുടുംബം ആത്മഹത്യ ചെയ്യുമായിരുന്നു. മലപ്പുറത്തിന്റെ പ്രത്യേകത നല്ല ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ സാധാരണ മനുഷ്യന്മാരാ. ഇതൊന്നും അനുഭവിക്കാത്ത ഒരു മുസ്ലിങ്ങളുമായിട്ടുള്ള സൗഹൃദം ഇല്ലാത്തതുകൊണ്ടാണ് ഈ കണിച്ചുകുളം ഇങ്ങനെ കിടക്കുന്ന ഈ ചെങ്ങാരി ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാച്ചിയത്. അല്ല, മുസ്ലിമുകളുമായിട്ട് സൗഹൃദം എന്നല്ല, ഇയാള് കാശിന് പിന്നാലെ ഓടിയതല്ലേ.
ഇയാള് കള്ള് കച്ചവടം നടത്തി, ഇയാള് ധനകാര്യ സ്ഥാപനം നടത്തിയിട്ട് പൂട്ടിപ്പോയി ആളുകളെ പറ്റിച്ച ആളല്ലേ, കോടിക്കണക്കിന് രൂപ പറ്റിച്ച ആളല്ലേ, പാവപ്പെട്ടവരെ പറ്റിച്ച ആളല്ലേ ഇയാളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇതിനെതിരെ സർക്കാർ എന്ത് ചെയ്യട്ടെ, നടപടി എടുക്കുന്നു, കാത്തിരുന്ന് കാണാം. ഈ പിണറായി വിജയന് ഇപ്പൊ എന്താ പറയാ, RSSന്റെ ഓർഗനൈസറിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെ ഒരു ലേഖനം വന്നത് ക്രിസ്ത്യാനികൾക്കെതിരെ എന്താണ് RSSന്റെ ശ്രമമാണെന്ന രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാൽ മലപ്പുറം ജില്ലയിലെ രാജ്യം, സംസ്ഥാനം, ശ്വസിക്കാൻ വായുവില്ലാത്ത സ്ഥലം, ഈഴവര് അവിടെ കൂലിപ്പണിക്കാരാണ്, തൊഴിലുറപ്പുകാരാണെന്നൊക്കെ പറയുന്ന ഇയാളുടെ സംസാരത്തിൽ എന്തെങ്കിലും എന്താ പറയാ നിയമ നടപടികൾ എടുക്കാൻ പറ്റണതാണെങ്കിൽ, യൂത്ത് ലീഗ് പരാതി കൊടുത്തിട്ടുണ്ട്, CPIയുടെ YF കൊടുത്തിട്ടുണ്ട്, കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്. ആ പരാതികളിലൊക്കെ അടിസ്ഥാനം ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് നടപടി എടുക്കാൻ പിണറായി വിജയന് ധൈര്യം ഉണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.